24 മണിക്കൂറിനിടെ 2 തവണയാണ് യമൻ സായുധ സേന അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഹാരിയസ് ട്രൂമാനെയും മറ്റ് കവചിത കപ്പലുകളെയും ആക്രമിച്ചിരിക്കുന്നത്. ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമണം നടത്തിയ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള രംഗങ്ങളാണ് ചെങ്കടലിൽ നിന്നും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ യമൻ നടത്തിയ ആക്രമണങ്ങളുടെ ശേഷം ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. അക്രമ വാർത്ത യമൻ നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി ഇസ്രയേലിന്റെ നഗരമായ യാഫയിലെ ബെൻ ഗൂരിയോൺ വിമാനത്താവളത്തിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. സുൾഫിക്കർ, ഹൈപ്പർസോണിക്, ഫലസ്തീൻ 2 എന്നീ റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആ ആക്രമണങ്ങൾ. അതിനും ശേഷമാണ് ചെങ്കടലിൽ നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് യമൻ സായുധ സേന US വിമാനവാഹിനി കപ്പലായ ഹാരി എസ് ട്രൂമാനെയും അതിന്റെ അനുബന്ധ യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നിരന്തരമായ ആക്രമണം നടത്തിയത്. ഇക്കാര്യം യമൻ വക്താവ് യഹ്യ സാരിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണം. യമനെ ആക്രമിക്കാൻ ഉയർന്നു പൊങ്ങുന്ന വിമാനങ്ങൾ തമ്പടിച്ചിരിക്കുന്നത് USS ഹാരി എസ് ട്രൂമാൻ എന്ന ഈ കപ്പലിലാണ്. അതുകൊണ്ട് തന്നെ ആ കപ്പലിനെ വിടാതെ പിന്തുടരുന്നുണ്ട് യമനികളും ഹൂത്തികളും സായുധ ഗ്രൂപ്പുകളും. ഒരു ഭാഗത്ത് അമേരിക്ക യമനെ ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് യമൻ അമേരിക്കയെയും ആക്രമിക്കുന്ന കാഴ്ച. ലോകത്തിലെ സർവസജ്ജരായ വൻ ശക്തിയോട് ഒരു കുഞ്ഞൻ രാജ്യവും അവിടുത്തെ പോരാട്ട ഗ്രൂപ്പുകളും ഏറ്റുമുട്ടുന്നത് വലിയ ആശങ്കകൾക്ക് ഇടവെക്കുകയാണ്. അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയോടുള്ള മതപരവും ധാർമ്മികപരവും മാനുഷികപരവുമായ കടമ നിറവേറ്റാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്വതന്ത്ര ജനങ്ങളോടും യമൻ സായുധ സേന ആഹ്വാനം ചെയ്യുന്നു എന്നും അള്ളാഹുവിന്റെ സഹായത്തോടെ ആക്രമണം അവസാനിപ്പിക്കുകയും ഗാസയിലെ ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രയേലി സമുദ്രയാത്ര തടയുകയും അധിനിവേശ രാജ്യത്തിന്റെ ഇടങ്ങൾ ലക്ഷ്യമിടുകയും തങ്ങൾ തുടരും എന്ന് ഉറപ്പിച്ച് പറയുന്നു എന്നാണ് യഹ്യ സാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രി അക്ഷരാർത്ഥത്തിൽ ചെങ്കടൽ യുദ്ധക്കളമായിരുന്നു. തുടരെ എത്തുന്ന യമൻ മിസൈലുകൾ പ്രതിരോധിക്കുന്ന അമേരിക്കൻ കപ്പലുകളായിരുന്നു മുഴുക്കെ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും വാർത്തകളുണ്ട്. രാജ്യത്തിനെതിരെ അമേരിക്കൻ സൈനിക ആക്രമണത്തിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ വംശഹത്യയ്ക്കും ഗസക്കെതിരായ ഉപരോധത്തിനുമുള്ള തുടർച്ചയായ പ്രതികാരമാണ് തങ്ങൾ നടത്തുന്നത് എന്നും യമൻ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. അതേസമയം ഹൂത്തികൾ നുണകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഇറാൻ പിന്തുണയുള്ള സംഘം നമ്മുടെ ആക്രമണങ്ങളുടെ ഫലങ്ങൾ കുറയ്ക്കുകയും അവരുടെ വിജയങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തെറ്റായ അവകാശവാദങ്ങൾക്ക് പേരുകേട്ടതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് യമൻ മറുപടി നൽകിയത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ യമൻ നടത്തിയ ആക്രമണത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. ഏതായാലും യമനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക. യമന്റെ വിവിധ ഇടങ്ങളിൽ ബോംബാക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുമുണ്ട് അവർ. കഴിഞ്ഞ ദിവസം മാത്രം 13 പേർ തലസ്ഥാനമായ സനായിൽ മാത്രം കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.